മെന്റൽ എബിലിറ്റി ശ്രേണിയിലെ ഒരു ചോദ്യം ചെയ്ത് നോക്കാം. ഇവിടെ 10, 25, 46, 73, 106 അടുത്ത സംഖ്യ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഈ സംഖ്യകളൊന്ന് എഴുതി നോക്കി. 10, 25, 46, 73, 106 ഇത്രയും സംഖ്യകൾ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ട് വന്നിരിക്കുന്നത്? കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. 10ഉം 25 ആകാൻ എന്ത് ചെയ്തു? 15 കൂട്ടി. ഇനി 25, 46 ആകാൻ നമ്മൾ എത്രയാണ് കൂട്ടിയത്? അവിടെ 21 കൂട്ടിയത്. 25 കൊണ്ട് 21 കൂട്ടിയ 46. ഇനി അടുത്തത് ഈ പറയുന്ന 73 വരുമ്പോ എത്ര കൂട്ടിയേക്കുന്നത്? 27 കൂട്ടുമ്പോഴാണ് 73 കിട്ടുന്നത്. ഈ 73 106 ആകാൻ എത്ര കൂട്ടിയ വന്നേക്കുന്നത്? അവിടെ ഒരു 33 കൂട്ടിയാ വന്നേക്കുന്നത്. അപ്പൊ കുറെ സംഖ്യകൾ തന്നെ വന്നേക്കുന്നത് അല്ലെ. ഇനി ഇവ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. 15, 21 എന്ന് പറഞ്ഞാൽ 6 കൂട്ടിയതാ. 15 21 ആകാൻ 6 കൂട്ടണം. 21 6 തന്നെ കൂട്ടിയല്ലേ 27 ആയേ. ഇനി 27 6 തന്നെ കൂട്ടിയല്ലേ 33 ആയത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് സെയിം നമ്പർ കൂട്ടിയാ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലെ അടുത്ത സംഖ്യ കണ്ടുപിടിച്ചാൽ ഇവിടെ ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യ 106 കൂട്ടിയാൽ നമ്മുടെ ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ 33 കൂടെ ഒരു 6 കൂടെ കൂട്ടിയാൽ നമുക്ക് ഇവിടുത്തെ സംഖ്യ കിട്ടുമല്ലോ. എത്ര കിട്ടുന്നേ? 39 നമുക്ക് ഇവിടെ കിട്ടും. ഈ 39നെ 106 കൂട്ടിയാൽ നമ്മുടെ ഉത്തരവായേ. അപ്പൊ ഈ 39 106 കൂട്ടിയാൽ 145 അല്ലേ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി